കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ പ്രഭാതം വളരെ സന്തോഷകരമാണ്, ആഹ്ലാദകരമാണ്. പൂർണ്ണമായിട്ടും ആഹ്ലാദകരമെന്ന് പറയാൻ കഴിയില്ല, സന്തോഷവും എന്നതും അത്രത്തോളം വലിയ സന്തോഷം എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഒരു ആശ്വാസത്തിൻ്റെ ദിനമാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിട്ട്. കാരണം കോഴിക്കോട് ജില്ല നിപ്പയിൽ നിന്ന് പതുക്കെ പതുക്കെ എന്ന് മാത്രമല്ല വേഗത്തിൽ മുക്തമാവുകയാണ്. ഇന്നലെ ഫലം വന്ന 61 സാമ്പിളുകളും നെഗറ്റീവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളുടെ പ്രതിനിധി അമൽ ഇപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. എന്തൊക്കെയാണ് ആരോഗ്യ നിലയിലുണ്ടായിട്ടുള്ള പുരോഗതി അമലെ? ബനേഷ്, കോഴിക്കോട് ജില്ലയിൽ തുടർച്ചയായ 3-ാം ദിവസവും ഇവിടെ നിന്ന് ലഭിക്കുന്ന വാർത്ത ആശ്വാസത്തിൻ്റെതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്ന 61 സാമ്പിളുകളും നെഗറ്റീവാണ്. ഈ 61 സാമ്പിളുകളും ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള സാമ്പിളുകളാണ്. ഇപ്പോൾ നിലവിൽ ഏകദേശം 200-ന് മുകളിൽ ഹൈറിസ്ക് കാറ്റഗറികൾ നെഗറ്റീവായിട്ടുണ്ടതും ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അതേസമയം തന്നെ ഇപ്പോൾ ചികിത്സയിലുള്ള നിലവിൽ ഇപ്പോൾ ആക്റ്റീവ് കേസുകൾ 4 എണ്ണമാണ് ജില്ലക്കകത്തുള്ളത്. അതിൽ 9 വയസ്സുള്ള കുട്ടിയുടെ കേസടക്കമുണ്ട്. ഇവരുടെ ഒക്കെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. കുട്ടിയെ കഴിഞ്ഞ ദിവസം തന്നെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയിരുന്നു. ഇവരിപ്പോൾ ചികിത്സയിലുള്ള ആശുപത്രിയിൽ മെഡിക്കൽ ബോർഡുകൾ രൂപീകരിച്ചുകൊണ്ട് ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ആരോഗ്യനില നിലവിൽ നിരീക്ഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യനിലയിൽ പൂർണ്ണ തൃപ്തി തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഈ നെഗറ്റീവായ കേസുകളിൽ 61 കേസുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും അവസാനം പോസിറ്റീവായ ചെറുവണ്ണൂർ സ്വദേശിയെ ചികിത്സിച്ച അല്ലെങ്കിൽ പരിചരിച്ച ആരോഗ്യ പ്രവർത്തക കൂടിയുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും ആദ്യം മരണപ്പെട്ട വ്യക്തിയുമായി ക്ലോസ്ഡ് കോൺടാക്റ്റിലുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഒരു വ്യക്തി കൂടി ഇത്തരത്തിൽ ഈ 61 നെഗറ്റീവ്സുകൾ ഉണ്ട് എന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ സമ്പർക്ക പട്ടിക 1270 എന്ന ഒരു നമ്പറിലേക്ക് നിലവിൽ ഉയർന്നിട്ടുണ്ട്. ഇതിൽ ചെറുവണ്ണൂർ സ്വദേശിയുമായി കോൺടാക്റ്റിലുണ്ടായിരുന്നത് 127 പേരും ആദ്യം മരണപ്പെട്ട വ്യക്തിയുമായി കോൺടാക്റ്റിലുണ്ടായിരുന്നത് 407 പേരും ചികിത്സയിലുള്ള ആരോഗ്യ പ്രവർത്തകന്റെ സമ്പർക്ക പട്ടികയിൽ, അതായത് 24 വയസ്സുള്ള ആരോഗ്യ പ്രവർത്തകന്റെ സമ്പർക്ക പട്ടികയിലുള്ളത് 168 പേരും മരണപ്പെട്ട ആയഞ്ചേരി സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 448 പേരുമാണ്. ഇങ്ങനെ 1270 എന്ന നമ്പറിലേക്ക് സമ്പർക്ക പട്ടിക ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കോഴിക്കോട് നിന്ന് ആശ്വാസത്തിന്റെ വാർത്തകൾ തന്നെയാണ് നൽകുന്നത്. ഇതിപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകർക്കും ആരോഗ്യ മേഖലകൾക്കും എല്ലാവർക്കും വലിയൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നതുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ കോൾ സെന്ററുകളിലേക്ക് കഴിഞ്ഞ ദിവസം ഏകദേശം 124 കോളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഈ നിപ്പ പോസിറ്റീവ് കേസുകളെ അടക്കം അവർക്ക് ആത്മവിശ്വാസം അല്ലെങ്കിൽ മനോധൈര്യം നൽകുന്നതിന് വേണ്ടി പ്രത്യേക ഒരു ടീമിനെ തന്നെ നിലവിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തരമൊരു രോഗം ബാധിക്കുന്നവരെ ഏത് തരത്തിൽ അവർ മാനസികമായി തളർത്തുമെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു മെഡിക്കൽ ടീമിനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർക്കൊരു പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു ടീമിനെ തന്നെ സജ്ജീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ നിപ്പ മുക്തമായിക്കൊണ്ടിരിക്കുന്ന കോഴിക്കോട് നിയന്ത്രണങ്ങളിലും ഇളവ് വന്നിട്ടുണ്ട്. അതായത് 9 കണ്ടെയ്ൻമെൻറ്റ് സോണുകളായിരുന്നു ഉണ്ടായിരുന്നത്. 9 പഞ്ചായത്തുകളിലായിരുന്നു ഈ 9 കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ. അതായത് വടകര താലൂക്കിലെ കുറ്റ്യാടി, കായക്കൊടി, വില്യാപ്പള്ളി, കാവിലുംപാറ, പുറമേരി, ചങ്ങരോത്ത്, ആയഞ്ചേരി, മരുതോങ്കര, തിരുവള്ളൂർ ഇങ്ങനെ 9 കണ്ടെയ്ൻമെൻറ്റ് സോണുകളായിരുന്നു. ഈ 9 കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലും നിലവിൽ ഇളവുണ്ട്. അതായത് കച്ചവട സ്ഥാപനങ്ങൾക്ക് ഇത്തരം മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് രാത്രി 8 മണി വരെ പ്രവർത്തിക്കുവാനുള്ള അല്ലെങ്കിൽ കടകൾ തുറന്ന് പ്രവർത്തിക്കുവാനുള്ള അനുമതി നിലവിലുണ്ട്. ഒപ്പം തന്നെ ബാങ്കുകൾക്ക് ഉച്ചയ്ക്ക് 2 മണി വരെ പ്രവർത്തിക്കാനുണ്ട്. അതേസമയം തന്നെ മറ്റു നിയന്ത്രണങ്ങൾ ഒക്കെ തന്നെ അതേപോലെ തന്നെ തുടരണം എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് മാസ്ക് ഉപയോഗിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, കൂട്ടം കൂടി നിൽക്കുന്ന അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം ഈ ഓൺലൈൻ ക്ലാസ്സുകളുമായി, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിലവിൽ 23 വരെ ഓൺലൈൻ ക്ലാസ് തന്നെ മുന്നോട്ട് പോകണം എന്ന ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം ചില വിവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു. ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, അതായത് NIT ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു എന്ന രീതിയിലുള്ള ഒരു ആരോപണം ഉയർന്നിരുന്നു. അത് കളക്ടറും ആരോഗ്യ വകുപ്പും ഇടപെട്ട് അതിനൊരു പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നവോദയ സ്കൂളും കഴിഞ്ഞ ദിവസത്തിൽ ഇത്തരം ഒരു ആരോപണത്തിൽ പെട്ടിരുന്നു. അതായത് ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിലുള്ള ഒരു സ്കൂളാണ് നവോദയ സ്കൂൾ. എന്നാൽ ഈ സ്കൂൾ കഴിഞ്ഞ ദിവസം പ്രവർത്തിച്ചിരുന്നു. ഇതിനൊരു നവോദയ സ്കൂളിൻ്റെ അധികൃതർ പറഞ്ഞ ഒരു മറുപടി, തങ്ങൾക്ക് ഇത് ബാധകമല്ല, തങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതാണ് എന്ന രീതിയിലുള്ള ഒരു മറുപടിയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനൊരു മറുപടിയായ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നത് കണ്ടെയ്ൻമെൻറ്റ് സോണിലുള്ള എല്ലാ സ്കൂളുകളും, അത് കേന്ദ്ര സർക്കാരിൻ്റെയോ കേരള സർക്കാരിൻ്റെ കീഴിലുള്ളതാകട്ടെ എല്ലാ സ്കൂളുകളും ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറണം
എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം തന്നെ നിലവിൽ കർശനമായി തന്നെ ആരോഗ്യ മന്ത്രിയുടെയും ഒപ്പം തന്നെ കളക്ടറുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളുമായി ഹോസ്പിറ്റലുകളും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ 75 റൂമുകൾ ഉണ്ടായിരുന്നത് 60 റൂമുകളും ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതേസമയം തന്നെ 6 ICUകൾ, 4 വെന്റിലേറ്ററുകൾ, 14 ICU കിടക്കകൾ, ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. ഏത് വലിയ സാഹചര്യത്തെയും നേരിടാൻ വേണ്ടി ആരോഗ്യ മേഖല തയ്യാറാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. അതേസമയം മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലും ഇത്തരത്തിൽ ഉള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്നും കഴിഞ്ഞ 2 അല്ലെങ്കിൽ ഒരു 3 ദിവസമായി വരുന്ന വാർത്ത ആശ്വാസത്തിൻ്റെതാണ്. പോസിറ്റീവ് കേസുകൾ ഒന്നും തന്നെ നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ആശ്വാസത്തോടൊപ്പം തന്നെ നിലവിൽ ജാഗ്രത തുടരേണ്ടിയിരിക്കുന്നു. കാരണം 3 ദിവസങ്ങളായി പോസിറ്റീവ് കേസുകളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അത് നിയന്ത്രണങ്ങളുടെ ഭാഗമായി തന്നെയാണ്. നിയന്ത്രണങ്ങളിൽ വലിയ ഒരു ഇളവ് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ കടകൾക്ക് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ട്, ബാങ്കുകൾക്കുണ്ട്. ഇത് അത്യാവശ്യ സാധനങ്ങൾക്കും മറ്റുമായി മാത്രം, സാധനങ്ങൾ വാങ്ങുവാനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങാനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ ആൾക്കൂട്ടങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് തന്നെ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന ഒരു നിർദ്ദേശം തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. ബനേഷ്.